ഹായ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നിതാ നമുക്ക് കണ്ണൂരിൻ്റെ ഫേമസ് ആയിട്ടുള്ള കണ്ണൂർ കോക്ടെയിൽ ആട്ടോ ഉണ്ടാക്കുന്നത്. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കോക്ടെയിൽ റെസിപ്പി ആട്ടോ. ഈ കണ്ണൂർ കോക്ടെയിൽ ഇതുവരെ കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അതുപോലെ ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കാത്ത ആൾക്കാരാണെങ്കിൽ ഇന്ന് തന്നെ നമ്മളെ വീഡിയോ കണ്ടൊന്ന് ഉണ്ടാക്കി നോക്കാട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു പപ്പായ, നല്ല പഴുത്ത പപ്പായ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് പഴുത്തോണ്ട് തന്നെ തൊലി ഇങ്ങനെ കുറച്ച് ഇതായി നിൽക്കുന്നത് കേട്ടോ. പക്ഷെ നല്ല മധുരമുള്ള പപ്പായ, മുഴുവനായിട്ടൊന്നും വേണ്ട കേട്ടോ. ഞാനിതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഞാനിത് കട്ടാക്കുമ്പോൾ ഒരുമിച്ച് കട്ടാക്കാന്നേ ഉള്ളൂ കേട്ടോ. ഇതിലൊരു 1/4 ഭാഗം മതി. അപ്പം ഞാൻ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്യാരറ്റും കൂടെ വേണം കേട്ടോ. ക്യാരറ്റ് എടുക്കുമ്പോൾ വേവിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാൻ ക്യാരറ്റ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പപ്പായ കട്ടാക്കിയിട്ട് ഇതിൽ നല്ല പഴുത്ത പീസ് എടുത്തിട്ട് നല്ല പീസുകൾ എടുത്തിട്ട് ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ, ഈ ഒരു ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം തന്നെ കട്ടാക്കി വെച്ചത്, ഇങ്ങനെ കട്ടാക്കി വെച്ചാലേ കുട്ടികളൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ കട്ടാക്കി വെച്ചത്. എന്നിട്ട് ഇതാ ഞാൻ നല്ല പഴുത്ത പീസ് ഈ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഒരു 3 വലിയ ക്യാരറ്റ് ഇങ്ങനെ നന്നായിട്ട് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് സോഫ്റ്റ് ആണ് വരെ വേവിക്കുക. എന്നിട്ട് അതും കൂടെ ഈ ഒരു ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് കുറച്ച് കൂടുതലും അതുപോലെ പപ്പായ കുറച്ച് കുറവ് എടുത്താൽ മതി. പിന്നെ പപ്പായ നല്ല പഴുത്ത പപ്പായ എടുക്കുക. പഴുത്തിട്ടില്ലെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ. പിന്നെ പപ്പായ അധികം കൂടി പോകണ്ട, ഒരു ജ്യൂസിൻ്റെ ടേസ്റ്റ് മാറിപ്പോവേ. അപ്പോൾ ക്യാരറ്റ് കുറച്ച് കൂടുതൽ എടുത്താൽ മതി. അതിൻ്റെ കുറച്ച് കുറവിൽ പപ്പായയും കൂടി എടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. എനിക്കിതൊരു 3 ഗ്ലാസ് അളവില്ലത് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഈ ഒരു ജ്യൂസ് ഞാൻ ഉണ്ടാക്കിയെടുത്ത്. പിന്നെ ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നല്ല കട്ട പാലാട്ടോ. എന്നിട്ട് പിന്നെ ഐസ്ക്രീമാണ്, വാനില ഐസ്ക്രീം ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു കട്ട പാല് ഞാൻ 2 ഗ്ലാസ്സൊക്കെ ഇങ്ങനെ കട്ടയാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഐസ്ക്രീമിലൊക്കെ മധുരം ഉണ്ടാവും, പിന്നെ നമ്മൾ പപ്പായയിൽ മധുരം ഉണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് വരിക കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ എടുത്തു വെക്കാം. ഞാനിത് സെർവ് ചെയ്യണതിൻ്റെ കുറച്ച് മുമ്പ് മാത്രം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്കിങ്ങനെ കുറച്ച് ഇത് നട്ട്സും ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ആദ്യം കുറച്ച് അനാറാട്ടോ ഇട്ട് കൊടുത്ത്, അതായത് നമ്മുടെ ഉറുമാമ്പഴം കേട്ടോ. അത് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടില്ല, കുറച്ച് ഇട്ടിട്ടേ കേട്ടോ. പിന്നെ കുറച്ച് കോൺഫ്ലേക്സും അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കറുത്ത മുന്തിരിയില്ലേ, ഡ്രൈ ഫ്രൂട്ട്സിൽ വരുന്ന, അതും കൂടെ ഇട്ട് കൊടുക്കണേ. അതിൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഇട്ട് കൊടുക്കാത്ത കേട്ടോ. പിന്നെ കുടിക്കണീന് കുറച്ച് മുമ്പ് മാത്രം അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഈ കോൺഫ്ലേക്സ് ഒക്കെ അലിഞ്ഞു പോകും കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇട്ട പോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഗ്ലാസിൻ്റെ താഴെ അല്ലെങ്കിൽ മുകളിലൊക്കെ ആക്കി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഐസ്ക്രീമും കൂടെ വെച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഇതുവരെ നിങ്ങൾ കുടിച്ച ഒരു ഷേക്കിൻ്റെ പോലെയൊന്നും അല്ലാട്ടുണ്ടാവുക. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കണ്ണൂർ കോക്ടെയിൽ. അത്ര ടേസ്റ്റ് ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ചാനൽ ഇതുവരെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ എനിക്ക് നമ്മളെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.